നമ്മൾ താടകമലയിലെ ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാവ്, കണ്ടു തുടങ്ങി. ഇതാണ് താടകമല. ഈ റോഡെന്ന് പറഞ്ഞാൽ ഈ ഒരു റൂട്ട് അതിമനോഹരമാണ്. രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളും ഒക്കെ ആയിട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ചൂള ദിസ് കണ്ടില്ലേ, ബ്രിക്ക് മേക്കിംഗ് അവിടെ ഇതിനകത്ത് നടക്കുന്നു. വലിയ ഓലയുടെ ഒരു വലിയ ഷെഡ്. ഇതെല്ലാം ഇവിടുത്തെ കോട്ടേജ് ഇൻഡസ്ട്രിയാണ്. ആ സൈഡിലേക്ക് പോയാൽ ചൂളയുടെ കംപ്ലീറ്റ് കാണാം. ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കണ്ടില്ലേ, ഇങ്ങനെ ഓല ഷെഡുകൾ. ഇതെല്ലാം ബ്രിക്ക് മേക്കിംഗ്. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് ബ്രിക്ക് മേക്കിങ്ങിൻ്റെ സെൻറ്റേഴ്സാണ്. സീതാപാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെല്ല് ഉണങ്ങാനിട്ടിരിക്കുന്ന ഇടത് സൈഡിൽ. ഓ നൈസ്, നല്ല വെയിലല്ലേ, അപ്പോൾ കാര്യമായിട്ട് എന്ത് വേണമെങ്കിലും ഉണക്കാൻ പറ്റിയ സമയമാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് വേപ്പ് മരം ധാരാളമായിട്ട് കാണാം. ഏറ്റവും കൂടുതൽ അതായത് വേനൽ സമയത്ത് അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്തൊക്കെ വളരുന്നൊരു കാര്യമാണ്. ഓ, ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. അയ്യോ, വെയിലത്ത് എന്താണ് പരിപാടി? മേയാൻ കൊണ്ട് നടക്കുന്നതാണ്. ഓഹ്, എന്ത് കഷ്ടമല്ലേ. സോ ഹോട്ട്. അവർക്കിതൊന്നും പ്രശ്നമില്ല. ജനജീവിതം തൊട്ടറിയാൻ പറ്റും എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈൽ. ഈ വീട് തന്നെ ഉണ്ടോ? ഇവിടെ നിന്ന് ഇത് റാമ്പിട്ടേക്കുന്നുണ്ടോ വീട്ടിലേക്ക് പോകാൻ? ഇവർക്കെല്ലാം ഈ തോടാണ് ഇപ്പുറത്ത്. സോ ഒരു ചെറിയ ചെറിയ പാലം. മുരിങ്ങയ്ക്കെല്ലാം കാഴ്ച ഒളിച്ച് കിടക്കുകയാണ് എല്ലായിടത്തും. പുളി, മുരിങ്ങ, വേപ്പ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാണുന്ന മരങ്ങളുടെ. അയ്യോ, കുരങ്ങൻ! ഈ ചെറിയ നെല്ലിയിൽ കുരങ്ങൻ, പുളിയാന്ന് തോന്നുന്നു. പുളിയിൽ കുരങ്ങൻ ഇല കഴിക്കുന്ന നോക്കിയേ, രണ്ടുപേരുണ്ട്. റൈറ്റ് സൈഡിൽ താമരപ്പൊയ്കയാണ്. ഇത് ഇവിടെ രാവിലെ ഏർലി മോർണിംഗ് വന്നാൽ താമര പറിക്കുന്നതെല്ലാം കാണാൻ പറ്റും. ഇത് ഫുൾ താമരപ്പൊയ്കയാണ്. ഇത് രാവിലെ മറ്റേ ആ വട്ടക്കുട്ടയില്ലേ, അതിനകത്ത് നടന്നാണ് ഇവർ പറിക്കുന്നത്. പോകുന്ന വഴിയെല്ലാം നല്ല ബ്യൂട്ടിഫുൾ പാടശേഖരങ്ങളാണ്. നോക്കിയത് കതിരകളെല്ലാം ഇങ്ങനെ കാഴ്ച കിടക്കുന്ന കാഴ്ചയാണ്. ഓ, എന്ത് ഭംഗിയാ. ഈ സൈഡിലതേ വെള്ളം, വലിയൊരു ലേക്കാണ് ഇടത് സൈഡിൽ ലേക്ക്, ഒരു വലിയ ലേക്ക്, നടുക്ക് റോഡ്, ഇപ്പുറത്തെ സൈഡിൽ നെൽപ്പാടങ്ങൾ, അതിൻ്റെ ബാക്കിലായിട്ട് താടകമലയുടെ വ്യത്യസ്തമായ ഭാവങ്ങൾ. തഴക്കുടി ടു സീതാപാൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഏരിയയാണ്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ കഴിഞ്ഞതേ ഉള്ളൂ തോന്നുന്നു. ടാറിട്ട് ഉണങ്ങി വരുന്നേ ഉള്ളൂ. വാവ്, ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ. താടകമല ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ കാണാം. പല സ്ഥലത്ത് നിൽക്കുമ്പോഴും നമുക്ക് താടകമലയെ കാണാൻ പറ്റും. പക്ഷേ ഇതൊരു വേറൊരു പോയിൻ്റാണ്. ഇവിടെ വലിയൊരു തടാകം പോലെ താടകമല ബാക്കിൽ, ഇപ്പുറത്തെ സൈഡിലെല്ലാം നെൽപ്പാടങ്ങൾ, വേറെ മലനിരകളും കാണാം ഈ സൈഡിലേക്ക്. ദേവരാജ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ഓപ്പോസിറ്റായിട്ട് വരും. അതിൻ്റെ സൈഡിലായിട്ട് ലൊക്കേഷൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന ഗ്രാമത്തിൻ്റെ വളരെ അടുത്ത്, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡെന്ന് പറയാം. ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഇത് ഭംഗിയല്ലേ. നല്ല വെയിലുണ്ട്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. പക്ഷേ അത്രയും കാറ്റുമുണ്ട്, അത് കാരണം വെയിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈവനിങ് ടൈമിൽ വന്നിരുന്നെങ്കിൽ മനോഹരമായ കുറേ പിക്ചേഴ്സൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്ത് തോന്നുന്നു ടോട്ടലി? ഈ സ്ഥലത്തൊക്കെ സഞ്ചരിക്കാൻ തോന്നുന്നില്ലേ? എന്തൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. നേച്ചറുമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നടക്കാം നമുക്ക്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതെല്ലാം. ഈ സൈഡിൽ നോക്കിയാൽ വയലിൻ്റെ സൈഡിലൂടെ നല്ല തെളിനീര് പോലത്തെ വെള്ളം പോകുന്നുണ്ടോ, ചെറിയ ചാലിലൂടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ആ കൃഷിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹെൽത്തിനെസ്. ഇത്രയും നല്ല ഭംഗിയുള്ള നെൽവയലുകൾ എവിടെ കാണാൻ കിട്ടില്ലേ? ഇപ്പോൾ കേരളത്തിൽ വളരെ കുറവാണ്, പാലക്കാട് സൈഡിലുണ്ട്. പക്ഷെ ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്, ചരിഞ്ഞ്. അത് പഴുത്തിങ്ങനെ കൊയ്തോളൂ എന്നെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവിടെ. ഈ സൈഡിലും അതിൻ്റെ വേറൊരു സ്റ്റേജ്, രണ്ട് സൈഡിലായിട്ട്. ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്ര ഗംഭീരമാണ് ഈ സ്ഥലമൊക്കെ. തെല്ലന്തി എന്ന് പറഞ്ഞ് മറ്റൊരു മനോഹരമായ സ്ഥലമുണ്ട്. ഇതുപോലെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ വാട്ടർ ബോഡിയും ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പും ഒക്കെ ആയിട്ട്. അതും ഇതിനടുത്ത് തന്നെയാണ്, കുറച്ച് പാരലായിട്ട് പോകണു. അടുത്ത് മീൻസ് ചേർന്ന് നടക്കുന്ന സ്ഥലമല്ല, കുറച്ച് മാറിയിട്ടാണ്. പക്ഷേ 2-3 കിലോമീറ്ററിനുള്ളിൽ. ഇനി അങ്ങോട്ടൊന്ന് പോയാലോ, തെല്ലന്തി. ഇതുണ്ടല്ലോ, താടകമല്ല. താടകമല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭീകരത തോന്നില്ലേ? താടക ഒരു രാക്ഷസ കഥാപാത്രമാണല്ലോ. പക്ഷെ അതങ്ങനെയല്ല, മലയെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നും. ഇങ്ങനെ പോയി ഇതെല്ലാം വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമാണ്. നോക്കി അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ പല 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 ഭാഗത്തായിട്ട്. നൈസ് ലാൻഡ്സ്കേപ്പ് ടോട്ടലി. ഇപ്പോൾ സമയം ഏകദേശം 1:30 മണി, ആ സമയമൊക്കെയാണ് കേട്ടോ, ഉച്ച സമയം. ഇതിൽ കൂടുതൽ ചൂട് വരാനില്ല, ചൂട് ഏൽക്കാനും ഇല്ല. നല്ല ടാനായിക്കോളും. ഞാനല്ല ആര് വന്നാലും.
പക്ഷെ എനിക്ക് തോന്നുന്നു 4 മണി സമയത്തൊക്കെ ഇവിടെ വരിക കേട്ടോ. എനിക്കൊരു യാത്രയുടെ ഭാഗമായിട്ടല്ല ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ടൈം വെച്ചിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഒരു മഴക്കോള് വന്നിരുന്നെങ്കിൽ, ഒന്ന് മേഘങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിരുന്നെങ്കിൽ, ഒന്ന് ആ സൂര്യൻ്റെ ആ ഒരു ചൂടിനെ ഒന്ന് ശമിപ്പിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കാമല്ലോ. ആ വയലിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ചെറിയ പൊക്കം കുറഞ്ഞ് തെങ്ങ് നിൽക്കുന്നുണ്ട്, ഒരു പ്ലോട്ട്. ഇതൊരു ചെറിയ ക്ഷേത്രം. ഇങ്ങനെ കാണാം നമുക്ക്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇതൊക്കെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ തെല്ലന്തിയിലേക്ക് പോവാണ്. ഓൺ ദ വേ ഇങ്ങനെ ഒരു റിവർ ഇസ് ഫ്ലോയിങ്. അങ്ങനെ നോക്കുമ്പോൾ സൈഡിലൊരു പാറ, അതിൻ്റെ മുകളിലൊരു ചെറിയ ക്ഷേത്രം എല്ലാം ഉണ്ട് ആ പോകുന്ന വഴിക്ക്. ഇതെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തമിഴ് ഗ്രാമമാണ് നോക്കിക്കോളൂ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഒരു മനുഷ്യനില്ല, പക്ഷെ നല്ല റോഡ്സാണ്. അത് ആ കണ്ടോ, ഒരു ചെറിയ പാറയും അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ക്ഷേത്രം. ഇവിടെ നിന്നുകൊണ്ട് കാണാം നമുക്കിപ്പോൾ. അപ്പുറത്തെ സൈഡിൽ പോയാൽ ആ അമ്പലത്തിൽ വേണമെങ്കിൽ കയറാം. അതിലെ വെള്ളം നിറയെ. ആഹാ, സച്ച് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. റോഡൊക്കെ എന്ന് വെച്ചാൽ പക്ക റോഡ്സാണ്, ബ്യൂട്ടിഫുൾ റോഡ്സ്. വിജനമായി കിടക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ വാഴത്തോട്ടം. വാഴ ചെറിയ കന്നാണ്, ചെറുതായി വളർന്നു വരുന്നേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ ആ താടകമലയുടെ ഇങ്ങനെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാണേ. അങ്ങനെ നമ്മൾ ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തെല്ലന്തി. ഒരു കനാല് പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, കുട്ടികൾ ആൾക്കാരെല്ലാം അതിലേക്ക് ചാടിക്കളിക്കുന്നു. അത് കാണാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ വെള്ളം കുറവാണ്, ഒട്ടും വെള്ളം ഇല്ലയെന്നാണ് പറയുന്നത്. എന്തായാലും കയറി ഒന്ന് നോക്കാം. ഇതിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഇവിടുത്തെ വെള്ളം എല്ലാം മണ്ടക്കാട് ഉത്സവം ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വെള്ളം കുറവാണ്. എങ്കിലും നമുക്കൊന്ന് കാണാം. മനോഹരമായ റീൽസ് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റിവേഴ്സാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ എപ്പോഴും ഇങ്ങനെയല്ല കേട്ടോ. നല്ല റെയിനി സീസണിലൊക്കെ വന്നാൽ, അല്ലെങ്കിൽ മഴ കഴിഞ്ഞ സമയത്തൊക്കെ വന്നാൽ ഇങ്ങനെ നല്ല കാഴ്ച കാണാം. ഇപ്പോൾ കുറച്ച് സമ്മർ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വാട്ടർ ബോഡിയെല്ലാം കാണാം, ലേക്ക് പോലെ കിടക്കുന്നത്. ഇതാണ് തെല്ലന്തി എന്നുള്ള ആ മനോഹരമായ സ്ഥലം. ഇങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ കനാൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തൊഴുകി പോകുന്നൊരു കാഴ്ചയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഈ സൈഡിലെല്ലാം ആൾക്കാരും കൂടുതലും ബോയ്സാണ് വെള്ളത്തിലേക്ക് ചാടുന്നു, നീന്തുന്നു. ഒരു കാഴ്ചയാണത്. അപ്പോൾ ഈ ഒരു സീനിക് സെറ്റിങ്ങിൽ ഈ വെള്ളവും കൂടി നിറഞ്ഞൊഴുകുന്ന കാണുമ്പോൾ അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വരിക, നോട്ട് ഇൻ സമ്മർ. ഇപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ വന്ന് നിൽക്കുന്ന സമയം പീക്ക് സമ്മറാണ്. പീക്കെന്ന് പറയാറായിട്ടില്ല, ഇറ്റ്സ് മാർച്ച്, ഒരു മിഡ് മാർച്ചാണ്. അപ്പോൾ ഏപ്രിൽ മെയ് ഒക്കെ ഊഹിക്കാമല്ലോ, നല്ല ഒന്നൊന്നര സമ്മറാണ്. ഒരു ജൂണൊക്കെ കഴിഞ്ഞ് വരൂ. ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇവിടെ എല്ലാം നല്ല ഗ്രീനറി ആയിരിക്കും. ഈ കാഴ്ചകളും ഈ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കും എല്ലാം തന്നെ. ഓക്കെ, ഞാൻ വന്നു, ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ മറ്റൊരു വാർത്ത കേട്ടതെന്ന് വെച്ചാൽ മണ്ടക്കാട് ഉത്സവം ആയതുകൊണ്ട് വെള്ളം അവിടെ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഷോർട്ടേജ്. തോവാള കനാലിൽ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മണ്ടക്കാട് ഉത്സവം കഴിയുമ്പോൾ വീണ്ടും ഇതിൽ വെള്ളം വരുന്നും പറയുന്നുണ്ട്. അപ്പോൾ സമ്മറിലും വെള്ളം കാണുമായിരിക്കും. എന്തായാലും ഞാൻ വന്ന സമയം ശരിയായില്ല, അത് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, വേറൊരു സമയത്ത് വരാൻ നോക്കാം. വെൻ ദർ ഇസ് ലോട്ട് ഓഫ് വാട്ടർ. അപ്പോൾ അതുപോലെ തിരക്കും ഉണ്ടാവും, നിറയെ ആൾക്കാരായിരിക്കും. ഈ ഒരു ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഇച്ചിരി കൂടെ മുന്നോട്ട് ആ വളവിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും. നിങ്ങൾക്ക് കാണാം ആ വ്യൂ. അതായത് ബാക്കിൽ ആ ഒരു മൗണ്ടൻ റേഞ്ചും മലനിരകളും ഇതും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഉള്ളൊരു ഭംഗി. വെള്ളം കുറവാണെങ്കിൽ ആ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഞാൻ പച്ചക്കുടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. വെയിലെന്ന് പറഞ്ഞാൽ ഒരു 2 മണി സമയം എന്നൊക്കെ പറഞ്ഞാൽ ഊഹിക്കാമല്ലോ. മനോഹരമാണ്, നല്ല വ്യൂ അല്ലേ ആ അമ്പലത്തിൻ്റെ. നോക്കിയേ, സോ ബ്യൂട്ടിഫുൾ. വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് പടിക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിലേക്ക്, അമ്പലത്തിൽ നിന്ന്. അങ്ങനെ താടകമലയുടെ താഴ്വാരത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കിയേ, ഇതെല്ലാം താഴെ കാണുന്നെല്ലാം വാഴ കൃഷിയുടെ തോട്ടങ്ങൾ, തെങ്ങ്, ധാരാളം തെങ്ങിൻ തോപ്പുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വാവ്, സോ നൈസ്. ഈ സൈഡിൽ വെള്ളമില്ല, പക്ഷേ ആ സൈഡിൽ വെള്ളമുണ്ട് അല്ലേ. അപ്പുറത്തെ സൈഡിലാണ് തോട്, വാട്ടർ ബോഡി എല്ലാം. ഓ, അതിൻ്റെ മേളിൽ നോക്കിയാൽ താടകമലയുടെ താഴ്വാരം കുറച്ച് മുകളിലായിട്ട് അവിടെ കുറച്ച് പുകയെല്ലാം കാണുന്നത്. ചെറിയ കാട്ടുതീ പോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു സമ്മർ ടൈമിലുണ്ടാകുന്ന നാച്ചുറൽ തീപിടുത്തമാണ്. ചെറിയ ഷ്രബ്സ്
ബുഷസ് എല്ലാം ഇങ്ങനെ കത്തി പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഉണങ്ങിയിട്ട്. നല്ല ഷെയ്ഡി ആയിട്ടുള്ള റോഡ്, നല്ല ഷെയ്ഡുള്ള റോഡാണ്. ഷെയ്ഡി അല്ല, രണ്ട് സൈഡിലും മാവ് എല്ലാം ആയിട്ട് നല്ല ഒതുക്കത്തിൽ അവിടെ കൂടി നമ്മുടെ ആട്ടിൻകുട്ടികളിങ്ങനെ ഓടുന്ന കാഴ്ചയാണ്. അവരെ മേയ്ക്കാൻ കൊണ്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാകേണ്ട സ്ഥലമാണിപ്പോൾ കുറവാണ്. ഈ ഒരു ചാലൊക്കെ ഈ തോടൊക്കെ കുറച്ച് പറ്റി കിടക്കുകയാണ്. കുറച്ചുണ്ട് വെള്ളം, ബട്ട് സ്റ്റിൽ. ഓക്കെ, ഒരു ഗ്രൂപ്പ് നമ്മളിവിടെ സ്റ്റക്കായി കേട്ടോ. ഇവർ പോയിട്ടേ നമുക്കിനി പോകാൻ പറ്റുള്ളൂ. ആട്ടിൻകൂട്ടങ്ങളൊക്കെ അവിടെ സ്റ്റക്കായി നിൽക്കുവാണ്. വാഹനങ്ങൾ അയ്യോ, രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ ആൾ കയ്യിൽ വെച്ചിട്ട് വരുന്ന നോക്കിയേ. അയ്യോ സോ ക്യൂട്ട്. അത് രണ്ട് ചെറുതാണേ, ജനിച്ചിട്ട് 3 ദിവസമായിട്ടില്ലെന്ന് തോന്നുന്നു. വാഹനങ്ങൾ ഞങ്ങളിവിടെ ട്രാഫിക് ബ്ലോക്കിലാണ്, ചുറ്റപ്പെട്ടിരിക്കുകയാണ് ആട്ടിൻകുട്ടികളെ കൊണ്ട്. ആട്ടിൻകൂട്ടം ചിലരൊക്കെ ഇങ്ങനെ ചാടി ചാടി പോകുന്നു. നോക്കി അതിൻ്റെ എക്സ്ട്രാ സ്മാർട്ട് എത്തി നോക്കുന്നു. ആഹാ ആഹാ ഏതാണ്ട് ഒതുങ്ങി അവരൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ആണ്ടിത്തോപ്പ് വഴിയാണ് ഇനി ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. വേറെ സ്ഥലമൊന്നുമല്ല, നാഗർകോവിൽ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഓൺ ദ വേ വീണ്ടും നിർത്തുന്നു. മറ്റേ മില്ലറ്റ്സിൻ്റെ കഞ്ഞിയൊക്കെ ഇല്ലേ, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കൂളിങ്ങിനാണ്. ചൂട് സമയം വാട്ടർമെലൺ ശർബത്ത് എടുക്കാം. കമ്പക്കുഴൊക്കെ ഉണ്ട്, പക്ഷെ അത് പഴം ശർബത്ത്. ഞാനിപ്പം വാട്ടർമെലൺ ശർബത്താണ്. വെരി വെരി ഹോട്ട്. ആ ചൂടിൻ്റെ ഒരു റിലീഫാണ്. 25. ഓക്കെ, 25. കമ്പക്കുഴ, കേപ്പ, റാഗി. ഓക്കെ, റാഗി വെച്ചിട്ടുള്ള കഞ്ഞിയും മറ്റേ പഴങ്കഞ്ഞി പോലെ കുറച്ച് അങ്ങനെ. കൂളാണത്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കമ്പക്കൂളെല്ലാം കുടിച്ചിരുന്നു. കൂൾ ഫീലിംഗ് ആണ്. തണ്ണിമത്തം കഴിച്ചാൽ അങ്ങനെയാണല്ലോ, റിലീഫ്. ഓക്കെ, കുറേ തണ്ണിമത്തൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസ് കുടിക്കും. ഫൈനലി നമ്മൾ നാഗർകോവിലിൽ എത്തിക്കഴിഞ്ഞു. നാഗർകോവിൽ എനിക്ക് എത്ര വർഷം വന്നാലും മതിയാകുന്നില്ല. അത്രയും ഒരു നല്ല സ്ഥലമാണ്. പല കാര്യങ്ങൾ കൊണ്ടും വളരെ റിച്ച് ആണ്. മണിമേലയുടെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിന് ചുറ്റുമാണ് എല്ലാ കാര്യങ്ങളും. മാത്രമല്ല ഇതെല്ലാം വൺ വേ ആണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പോയിന്റിൽ ഇറങ്ങിയിട്ട് പ്രാവശ്യം വന്നിട്ടും മിസ് ചെയ്തൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഒരു സ്പെഷ്യൽ ഐസ്ക്രീം കിട്ടുന്നൊരു കടയുണ്ട് ഇവിടെ, വാറൻസ്. ഇന്നുണ്ടോയെന്നറിയില്ല. ഇതിനടുത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വാറൻസിലെ ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ്, കസ്റ്റേർഡ് വിത്ത് ഫ്രൂട്ട്സ്, അങ്ങനെ എന്തൊക്കെയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്. ഞാൻ അതിൽ ഇവിടെ എല്ലാം വൺ വേ ആണ്. മണിമേടയുടെ ഈ ഭാഗത്താണ് വാറൻസ് ഐസ്ക്രീം. കയറി നോക്കാം. അങ്ങനെ കുറേ നാൾ ഇത് വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാനിവിടെ വന്നത് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് പറ്റുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ നാഗർകോവിൽ കവർ ചെയ്തപ്പോഴും ഈ കട അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രൈഡേയ്സാണ് ഇവിടെ ഹോളിഡേ. അന്നൊരു ഫ്രൈഡേ ആയിരുന്നിരിക്കാം. മൺഡേ ടു ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഇതാണ് ഇവരുടെ സ്പെഷ്യൽ ജെല്ലി വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് ഇത് കസ്റ്റർഡ് ഐസ്ക്രീം. ഇത് ഇവരുടെ തന്നെ ഐസ്ക്രീമാണ്. ഓറഞ്ച് സ്പെഷ്യൽ ഐസ്ക്രീം, കസ്റ്റർഡ് ഐസ്ക്രീം. ഓക്കെ, ഇതാണ് ഇവരുടെ സ്പെഷ്യൽ, ഏറ്റവും സ്പെഷ്യൽ. ഇവിടെ ഒരുപാട് ഫലൂഡാസ് പോലെ അപ്പോൾ ഒരുപാട് പല ടൈപ്പ് ഓഫ് കോമ്പിനേഷൻസ് ഉണ്ട്. ബട്ട് ദിസ് ഈസ് ദി അവരുടെ ട്രഡീഷണൽ ജെല്ലി, ഫ്രൂട്ട്സ് ആൻഡ് വാറൻസിൻ്റെ കസ്റ്റർഡ് ഐസ്ക്രീം അവരുണ്ടാക്കുന്നതാണിത്. അപ്പോൾ ഫ്രൂട്ട്സിന് ജെല്ലി ആൻഡ് കസ്റ്റർഡ് ഐസ്ക്രീം ഓറഞ്ചിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത്. ആലോചിച്ച് നോക്കും. ജസ്റ്റ് കെയിം ഫോർ ദിസ് നാഗർകോവിലേക്ക്. ഇത് ഇവരുടെ തന്നെ കസ്റ്റർഡ് ഐസ്ക്രീം, സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൊണ്ടൊരു കോമ്പിനേഷൻ. ഇത് മിക്സ്ഡ് ഫ്രൂട്ടാണ്. ആൻഡ് ദ ജെല്ലി സ്റ്റൂഡ്. പ്രാവശ്യം വരുമ്പോൾ കഴിക്കണം കേട്ടോ. ഇവിടെ വന്നിട്ട് ഓറഞ്ചിൽ വളരെ ഫേമസ് ആണ് ഇവരുടെ ഈ ജെല്ലിയും കസ്റ്റേർഡ് ഐസ്ക്രീമും ഫ്രൂട്ട്സും. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഷോപ്പാണ്. ഐ എം എൻജോയിങ് മൈ ഐസ്ക്രീം. ജെല്ലി, ഐസ്ക്രീം ആൻഡ് ദ ഫ്രൂട്ട്സ്. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായില്ല എൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ വരാത്തവർ വരിക കേട്ടോ. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. ഇപ്പോൾ ഈ സമ്മറിന് പറ്റിയ സംഭവമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ ഇവിടെ എത്തുന്നു. അടുത്തുള്ളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ നിന്നൊരു 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതിയായിരുന്നു നാഗർകോവിലെത്താൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു
കുറേ കാലം മുമ്പല്ലേ ഇവിടെ വന്നേ. ഐ വാണ്ടഡ് ടു കം ടു പഴയ ടേസ്റ്റൊക്കെ ഓർമ്മയിൽ വന്നു. അങ്ങനെ വന്നതാണ് കേട്ടോ. വന്നിട്ടില്ലാത്തവർ വരിക. ഫ്രൈഡേ വരരുത്, ഹോളിഡേ ആണ്. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്താൽ 8:30 ക്ലോസ് ചെയ്യും. കഴിക്കാൻ കൊതിയാവുന്നുണ്ടോ? മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മണിമേടയ്ക്ക് വളരെ അടുത്ത് തന്നെയാണ്. ഇവിടുത്തെ എല്ലാ പ്രധാന സ്ഥലങ്ങളും മണിമേടയ്ക്ക് ചുറ്റുമാണ്. പല റൂട്ട്സ് അങ്ങോട്ട് തന്നെ ഇങ്ങനെ വരും. ടവർ ജംഗ്ഷൻ. ഓക്കെ, ഓറഞ്ച് ഐസ്ക്രീം. അങ്ങനെ ഓറഞ്ച് ഷോപ്പിലെ ഐസ്ക്രീം കഴിച്ചു. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കസ്റ്റേർഡ് ഐസ്ക്രീം ഓറഞ്ചിൻ്റെ ഹോം മെയ്ഡാണ്. അതിൻ്റെ കൂടെ ജെല്ലി, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സും കൂടി വേണമെങ്കിൽ ഫ്രൂട്ട് സലാഡാക്കി വേണമെങ്കിൽ കഴിയാം. ഞാനിപ്പോൾ ഫ്രൂട്ട്സ് വിത്താണ് കഴിച്ചത്. അല്ലാതെ എല്ലാവരും ജെല്ലി വിത്ത് കസ്റ്റേർഡ് ഐസ്ക്രീം, അതാണ് ഏറ്റവും വലുത്. പിന്നെ ഇവിടെ എല്ലാ ടൈപ്പ് മിൽക്ക് ഷേക്സ് കിട്ടും, പല ടൈപ്പ് ഓഫ് ഫെലൂഡാസ് കിട്ടും. ഇത് 1947 ഓൺവേർഡ്സ് ഉള്ള കടയാണ്. അന്ന് ഇത്രയും മോശമായിരിക്കില്ല. 1947 ഞാനൊരു 10-12 വർഷം മുന്നേ വന്ന 13 വർഷം 14 വർഷത്തിന് മുന്നേ വന്നപ്പോൾ ഈ കടയിൽ നിന്നാണ് അന്ന് നമ്മളത് ഷൂട്ട് ചെയ്തത്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക്. ഓക്കെ, ആഫ്റ്റർ ലോങ് ടൈം ഐ എം കമ്മിങ് ബാക്ക്. ഓക്കെ, ഇനി പൈസ കൊടുത്തിട്ടാണ്. അതെവിടെയാ? PWD റോഡ്. പണ്ടത്തെ കട ഇത് തന്നെയല്ലേ? ഞാനിപ്പോൾ ഒരു പ്ലാനിങ്ങിലാണ്. ഇനി കുറച്ച് വർക്കും കൂടി ഉണ്ട്. അപ്പോൾ ഇനി സാരി ഒന്ന് മാറണം. അപ്പോൾ ഇവിടുത്തെ രാധാസ് എന്ന് പറഞ്ഞ സാരി ഷോപ്പുണ്ടല്ലോ, എനിക്കിപ്പോൾ പരിചയമുണ്ട്. ഞാൻ അന്ന് അവിടെ ഒന്ന് ഷോപ്പ് ചെയ്തല്ലേ. അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ ഡ്രസ്സിംഗ് റൂം യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കടയിൽ അവിടെ പോയിട്ട് സാരി മാറും. ഞാൻ പരിചയത്തിൻ്റെ പുറത്ത് ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി. അവരുടെ ഡ്രസ്സിംഗ് റൂം ഉണ്ടാവുമല്ലോ, ചേഞ്ചിങ് റൂം, അവിടെ പോയി സാരി ബ്ലൗസൊക്കെ കൊണ്ടുവന്നു. ബ്ലൗസ് ഞാൻ മാറിയിട്ടില്ല, സെയിം ബ്ലൗസാണ്. സാരി അതിന് മാച്ചിങ് ആയിട്ട് കൊണ്ടുവന്നു. നമ്മളിവിടെ നിന്നും കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു. ഓക്കെ, ഉച്ച സമയം തീർന്നിട്ടില്ല. ഇപ്പം നമ്മൾ പോകുന്നത് വട്ടക്കോട്ടை, കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. അത് കന്യാകുമാരിക്ക് ഒരു 5-6 കിലോമീറ്റർ വേണം വട്ടക്കോട്ടை. അവിടേക്ക് പോകാം. ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. ഇത് 5-5:30 വരെ ഉള്ളൂ. അതിന് മുമ്പ് അകത്ത് കയറണം. ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്. അങ്ങനെ വട്ടക്കോട്ടയുടെ മുന്നിലെത്തിയിരിക്കുവാണ്. ഇനി അകത്തേക്ക് കയറാം. ഇവിടെ ചെറിയൊരു ടിക്കറ്റൊക്കെ ഉണ്ട്, മേടിച്ചിട്ടുണ്ട്. സംരക്ഷിത സ്മാരകമാണിത്. കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. വട്ടക്കോട്ടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊരു സർക്കുലർ ഫോർട്ടാണ്. ഇത് കടൽ തീരത്തുള്ളൊരു കോട്ടയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കടലാട്ടോ. നമുക്കതിൻ്റെ മുകളിൽ കയറി നിന്നാൽ കാണാം. കന്യാകുമാരിക്ക് അടുത്താണ്. സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ ആണല്ലോ കന്യാകുമാരി. അതിനോടടുത്ത് കിടക്കുന്നതാണ് ഈ ഒരു കോട്ടയം. 18-ാം നൂറ്റാണ്ടിലാണിത് പണിതത്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ് കന്യാകുമാരി. ഇത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് സ്റ്റോണിൽ നിർമ്മിച്ചതാണ്, കരിങ്കല്ല്. ഏകദേശം ഒരു 3.5 ഏക്കർ ഓഫ് ലാൻഡാണിത് കേട്ടോ. ഇതിനകത്ത് റെസ്റ്റ് റൂംസ് ഉണ്ട്, വെപ്പൺ റൂമുണ്ട്, വാച്ച് ടവേഴ്സ് ഉണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഇത് പണിതത്. ഇത് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന 18th സെഞ്ച്വറിയിൽ വേണാട് കിങ്സ് ഓഫ് ട്രാവൻകൂറാണ്. ഒറിജിനലി ഇതൊരു ബ്രിക്ക് ഫോർട്ടായിരുന്നു. അന്ന് ഇതുപോലെ കരിങ്കല്ലല്ല, ബ്രിക്കിൻ്റെ ഫോർട്ടായിരുന്നു. ബ്രിട്ടീഷ് ട്രൂപ്സ് ഇൻ 1809 ഇവിടെ ഡിമോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ദ മേജർ പാർട്ട് ഓഫ് ട്രാവൻകൂർ ലൈൻസ്. പക്ഷേ ഈ വട്ടക്കോട്ട മാത്രം തൊട്ടിട്ടില്ല. ഓൾ 4 sides ഓഫ് ദി ഇന്നർ ഫോർട്ടിഫിക്കേഷൻസ് സിമ്പിൾ പില്ലേർഡ് മണ്ഡപാസ് വിത്ത് ഫ്ലാറ്റ് റൂഫ്സ് ആണ്. 4 ഭാഗത്ത് ചെറിയ മണ്ഡപം പോലെയുണ്ട്, ഫ്ലാറ്റ് റൂഫായിട്ട്. ഇത് കാണാമല്ലോ, 4 സൈഡിലായിട്ട് ഇങ്ങനെ കാണാം മണ്ഡപംസ് വിത്ത് ഫ്ലാറ്റ് റൂഫ്, പില്ലേർഡ് മണ്ഡപം. ഇതൊരു മിലിറ്ററി ബേസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ കന്യാകുമാരി പോർട്ടിനെ സംരക്ഷിക്കാനുള്ളൊരു മിലിറ്ററി ബേസായിട്ടാണ് ഈ പറയുന്ന ഈ ഒരു കോട്ട നിർമ്മിച്ചത്. കുമാരി പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു പേൾ ഹാർബറാണ്. പിന്നെ ഇന്നർ ബാസ്റ്റിയൻ എന്ന് പറയുമ്പോൾ ഒരു റാമ്പ് വഴി നടന്നു പോകാം, ഗ്രാനൈറ്റ് സ്ലാബ് വെച്ചിട്ട്. 2 സൈഡിലും പടിക്കെട്ടുകളുണ്ട്. ആ റാമ്പ് വഴി കയറി, അതുകൂടാണ്ട് പടിക്കെട്ടുകളുണ്ട് മേളിൽ പോകാൻ. അവിടെ എല്ലാം പീരങ്കികളൊക്കെ വയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. കാനൺസ് എല്ലാം ഇവിടെ വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ എൻട്രൻസ് ആണെങ്കിൽ ഒരു ആർച്ച് ഡെക്കറേഷൻ ഉണ്ട്. ടോപ്പ് ട്രാവൻകൂർ രാജാക്കന്മാരുടെ എംബ്ലം ആണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശംഖ്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു സ്മോൾ ടാങ്ക് ഉണ്ട്, അത് കാണാം. അതൊരു ചെറിയൊരു കുളം പോലെ. അത് എപ്പോഴും വെള്ളം ഉള്ളൊരു ടാങ്കായിരുന്നു, സ്മോൾ ടാങ്ക്. എന്താ വെച്ചാൽ ഡിഫൻസ് പേഴ്സണൽസിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒരിക്കലും പറ്റാണ്ട് എപ്പോഴും നിറയെ കിട്ടുന്ന രീതിയിലാണ് അന്ന് സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ വാച്ച് റൂമുണ്ട്, റെസ്റ്റ് റൂമുണ്ട്, വെപ്പൺ റൂം ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ വാളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 7.62 മീറ്ററാണ്.
ഏകദേശം. പിന്നെ സീലിംഗ് മണ്ഡപത്തിൽ ഈ ചുറ്റും കാണുന്ന മണ്ഡപത്തിൻ്റെയൊക്കെ സീലിങ്ങിൽ ഫിഷിൻ്റെ ഒരു ഡിസൈൻ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫിഷിൻ്റെ ഒരു ഡിസൈൻ സീലിംഗ് കാണുന്നതുകൊണ്ട് ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത്, സ്കോളേഴ്സ് പറയുന്നത് പാണ്ഡ്യ രാജാക്കന്മാരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. 12th century AD അന്ന് ഈ ഫോർട്ട് പണിയുന്നതിൽ പാണ്ഡ്യ രാജാക്കന്മാർക്ക് എന്തോ ഒരു പങ്കുണ്ടെന്നാണ്. കാര്യം ഇത് ആദ്യം ഈ ഒരു കോട്ട എന്ന് പറയുന്നത് ബ്രിക്കിലല്ലേ ഉണ്ടാക്കിയത്, പിന്നീടല്ലേ 18th century ഇതൊരു ഗ്രാനൈറ്റ് ഫോർട്ടായിട്ട് മാറിയത്. എന്തായാലും വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ തമിഴ്നാടാണിത്. ഇതൊരു സെൻട്രലി പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ് കമ്മിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സിൻസ് 1966. എൻ്റെ ദൈവമേ, എന്തൊരു കാറ്റാണ് ഇവിടെ. ഇപ്പോൾ സമയം എത്രയായെന്ന് അറിയാമോ? 4:15 കഴിഞ്ഞു. ഇത്രയും തണൽ വൃക്ഷങ്ങളുള്ളത് കൊണ്ടും ഇതെല്ലാം വേപ്പ് മരങ്ങളാണ്. ഓക്കെ, നിറയെ പുല്ലൊക്കെ വെച്ചിട്ട് നല്ലൊരു ഇതൊക്കെ ഉണ്ടല്ലോ. ഗാർഡൻ പോലെ സെറ്റിക്ക്. ഇതാണ് മണ്ഡപങ്ങൾ, എല്ലാ സൈഡിലും കാണാം. ഫ്ലാറ്റ് റൂഫാണ്, പില്ലേർഡ് മണ്ഡപം. ഇതാണ് ടാങ്ക്. നിറച്ച് വെള്ളം, എപ്പോഴും വെള്ളം ഉണ്ടാകും. ഏത് വേനലിലും ഇവിടെ വെള്ളം ഉണ്ടാകും. ഇപ്പം പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ, കാര്യം അന്ന് ഇതൊരു മിലിറ്ററി ബേസ് പോലെ ആയിരുന്നല്ലോ. ഇതൊക്കെ സംരക്ഷിക്കാനായിട്ട് ഇവിടുത്തെ കോസ്റ്റൽ ഏരിയ. ബാസ്റ്റിയൻസ് ഉണ്ട്, പീരങ്കികൾ വയ്ക്കാൻ സ്ഥലമുണ്ട്, വെപ്പൺ റൂം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെപ്പൺ റൂം, ഇവർക്കൊക്കെ റെസ്റ്റ് റൂം ഉണ്ടായിരുന്നു പട്ടാളക്കാർക്ക്. അപ്പോൾ ഡിലിനോയ് എന്ന് പറയുന്നത് ഒരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനറലായിരുന്നു. അദ്ദേഹത്തിനെ കൊളച്ചിൽ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ട്രാവൻകൂർ രാജാവിൻ്റെ, മാർത്താണ്ഡർ മഹാരാജാവിൻ്റെ ആർമി ചീഫായി മാറി, മിലിറ്ററി ഹെഡ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആക്കി പരിഷ്കരിക്കുകയൊക്കെ ചെയ്തത് 18th century. നോക്കിയാൽ പടിക്കെട്ടുകളുണ്ട്, അതേപോലെ റാമ്പുണ്ട്. അതായത് ഇങ്ങനെ സൈഡിൽ പടിക്കെട്ടും സൈഡിലെ റാമ്പ് പോലെ. അത് ക്യാനൻസൊക്കെ, പീരങ്കികളൊക്കെ ഉരുട്ടി കയറ്റാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു റാമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോൾജേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാനാണ് ഈ കാണുന്നതൊക്കെ മണ്ഡപങ്ങളും ഒക്കെ ഉള്ളത്. കുറച്ച് എന്താ എപ്പോഴും ടൂറിസ്റ്റുകളുണ്ട്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. എവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. നല്ല തണലുണ്ട് പല ഭാഗങ്ങളിലും. മണ്ഡപങ്ങൾക്കകത്ത് കയറിയിരിക്കാം, അല്ലെങ്കിൽ മരച്ചോട്ടിലിരിക്കാം. ഇനി ഭംഗിയുള്ള കാഴ്ച ഇനിയാണ് കിടക്കുന്നത്. നമ്മൾ അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ കാണുന്നത് കടലാണ്. ഈ വേപ്പമരം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും, ഓക്സിജൻ കിട്ടും. നമുക്ക് ഏറ്റവും നല്ല തണൽ വൃക്ഷമാണിത്. കണ്ടില്ലേ, ഞാനിങ്ങനെ തണൽ വൃക്ഷത്തിൻ്റെ താഴെ കൂടി നടക്കും. ഇത് രസമല്ലേ, നല്ല കാറ്റും. എത്ര നട്ട് ഉച്ചയ്ക്ക് വന്നാലും ഇവിടെ നല്ല തണലാണ്. ഇവിടെ 5:30 വരെ ഉള്ളൂ, ഓർമ്മിക്കുക. ഇപ്പം 4:15. നമുക്കൊരു അരമണിക്കൂറിനകത്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങും. സ്റ്റോണിലാണ്, ഗ്രാനൈറ്റ് സ്റ്റോൺസ്. അടിപൊളി. നൈസ്, നല്ലൊരു ഷെൽട്ടറാണല്ലേ തണൽ. ഇത് വന്നിരിക്കേണ്ട സ്ഥലമാണ്, അതുകൊണ്ടാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രസമല്ലേ? എനിക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമാണ്. ഇത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വന്നതാണ് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ സമയത്ത്. പിന്നെ നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യണം. എൻ്റെ പല യാത്രകളും എൻ്റെ റീവിസിറ്റിംഗ് ആണ്. ഞാൻ എൻ്റെ എന്താ പറയുക, ഒരിക്കൽ കൂടി എൻ്റെ മെമ്മറീസ് ഡൗൺ ദ മെമ്മറി ലൈൻ. അങ്ങനെയല്ല, അതായത് ഓർമ്മകൾ അയവിറക്കുകയല്ല. കാര്യം അയവിറക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ അയവിറക്കുന്നതാണ്. ഇതങ്ങനെയല്ല. ഐ എം റീവിസിറ്റിംഗ് ദ ഹോൾ ഏരിയാസ്. ഞാൻ പോയ സ്ഥലങ്ങളിലൂടെ ഞാൻ വീണ്ടും റീവിസിറ്റ് ചെയ്യണം. അതെനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. വീണ്ടും വരാനും വീണ്ടും ആ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാനും സാധിക്കുന്നു. കടൽ കാണാനാണേ. ദേ നോക്കിക്കോളൂ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കടലിനോട് ചേർന്നാണ് ഈ കോട്ട. ഒരു രക്ഷയില്ല. ദേ കോട്ട എന്ന് പറയുന്ന കടലിനോട് ചേർന്ന്. അയ്യോ, കാറ്റാണേ, സൂപ്പർ. അയ്യോ, എന്നെ ഞാൻ പിടിച്ചു നിൽക്കുകയാണേ. അയ്യോ, സീരിയസ്ലി ഞാൻ ഇങ്ങനെ ആഡിയോ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഇത്ര വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇത്ര ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടെ സ്ലിം ആയിരുന്നെങ്കിൽ പറന്നു പോകുമായിരുന്നു. മരങ്ങളൊക്കെ കിടന്ന് പറന്ന് നോക്കിക്കോളൂ. കടൽ തിരമാലകളൊക്കെ ഇങ്ങനെ വന്നു. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വരും, ഒരു more than 13 years. വട്ടക്കോട്ടയിൽ വരുമ്പോൾ ഞാൻ ഇട്ടുന്ന ഡ്രസ്സ് പോലും എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു അതിപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്കിലൊരു ചുരിദാറാണ്, വൈറ്റ് ചുരിദാർ വിത്ത് ബ്ലാക്ക് ബോർഡർ ഒന്നെയാണ്. ഇതിങ്ങനെ കിടക്കുക കേട്ടോ. കടലാണ് ഇതിന് ചുറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോട്ടയുടെ ഭാഗമൊക്കെ കാണാമല്ലോ. അങ്ങോട്ട് നോക്കിയാൽ കുറച്ച് ദൂരെയായിട്ട് ആണവ നിലയത്തിൻ്റെ കൂടംകുളം, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ദൂരെ കാണാം. ആ മരം നോക്കി, ആ വേപ്പിൻ്റെ മരം, അത് ആടി ഉലയുന്നുണ്ട്. ഇതേ അവസ്ഥയിലാണ് ഞാനും നിൽക്കുന്നത്. എൻ്റെ 5:30 വരെ ഉള്ളൂ. ഈ വെയിൽ കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ
ഇവർ നമ്മളോട് പറയും പൊയ്ക്കോളൂ എന്ന് പറയും. പക്ഷെ ആ വെയിലെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഭയങ്കര രസം. എങ്കിലും ഇത് വെയിൽ അറിയില്ല. നമ്മളിവിടെ നിന്ന് ടാൻ ആയാലൊന്നും നമ്മളറിയില്ല. അത്ര കാറ്റാണ്, ഫീൽ ചെയ്യില്ല. ഒരു കാലത്ത് ഇതൊരു മിലിറ്ററി ബേസ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കോസ്റ്റൽ സൈഡ് സംരക്ഷിക്കാനായിട്ട് ആർമിയൊക്കെ ഇവിടെ ഇങ്ങനെ ഉലാത്തുന്നു. അവരുടെ എക്സസൈസ് ഗ്രൗണ്ടുണ്ട്, അവരുടെ വെപ്പൺസ് ഉണ്ട്, അവരിങ്ങനെ നോക്കുന്നു. ഇതുവഴി ശത്രുക്കളാരെങ്കിലും ഒക്കെ കപ്പൽ മാർഗം വരുന്നെങ്കിൽ അതെ വെടിവെച്ചിടും. ഒരു വലിയ ഒരു ചരിത്രമല്ലേ അതൊക്കെ. ഇങ്ങനെ ചുറ്റി കിടക്കുക കേട്ടോ കടല്. ദാറ്റ് ഈസ് ദ എൻഡ്. വാട്ട് എ സീൻ. ഇത് നോക്കും, എനിക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റത്തില്ല. ഒന്ന് വെയിൽ, രണ്ട് കാറ്റ്. ഞാൻ ആ വെയിലത്തുനിന്ന് നടന്നത് ഇവിടെ വന്നു. ഇതൊക്കെ നല്ല തണൽ. ഈ ഭാഗത്ത് തണലാട്ടോ, നമ്മുടെ വേപ്പിൻ മരവും. പക്ഷെ അത് നല്ല ഡിമാൻഡുള്ള ഏരിയയാണ്, എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ കാറ്റ് രക്ഷയില്ല, എവിടെ നിന്നാലും പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റ് തന്നെ. തലമുടിയെല്ലാം കൊളമാവും. പക്ഷേ ഇതൊരു വർത്ത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നും. അത്ര ഒരു നേച്ചറിൻ്റെ ഒരു ഭംഗി. നമ്മുടെ കടൽ ഇഷ്ടപ്പെടുന്നവർക്കും ഇത്തരം മോണ്യുമെൻറ്റ്സ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, ആർക്കിടെക്ചറൽ മാവലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് പ്ലേസ്. ശാന്തസുന്ദരമായ സ്ഥലം. ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഇവിടെയൊക്കെ തണലാണ്. എത്ര നേരത്തെ വന്നാലും ഇവിടെ തണൽ തന്നെ ആയിരിക്കും. ഒരു ഉച്ച കഴിഞ്ഞ് വന്നാലും മതി. ഞാനിവിടെ എത്തുമ്പോൾ 4 മണി കഴിഞ്ഞല്ലോ, 4:15. ഇപ്പോൾ സമയം ഓക്കെ കുറച്ച് ടൈം 4:53. ഒരു 3 മണി തൊട്ട് വന്ന് ഇവിടെ ഇരിക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് ഇതൊക്കെ 4:30 ആകുമ്പോൾ, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ കുറച്ചുകൂടിയൊക്കെ വെയിൽ പോവും. അന്നേരം ഒരു അരമണിക്കൂറും കൂടി സ്പെൻഡ് ചെയ്തിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, ഡൽഹി. ഞാനെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു വേപ്പിൻ്റെ മരത്തിൻ്റെ ചോട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അതെ അവർ പോകണം, പിന്നെ ഞാനിരിക്കാം. ഇതൊരു സീറ്റിക്കാണ്. കൊള്ളാലോ, ഒരു ചാരു കസേര പോലെ. നൈസ്. ഈ മരം എന്ത് ഭംഗിയാ. ഓക്കെ, വേപ്പ്. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയത് എന്താ അറിയോ, ഈ കാറ്റുകൊണ്ട് ഇതിങ്ങനെ വളഞ്ഞു പോയതാ. എങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇത്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് റൂട്ടഡ് ട്രീ. ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റാൽ അടുത്ത ആരെങ്കിലും വന്നിരിക്കും. എന്തായാലും എപ്പോഴും ബുക്കിംഗ് ഉള്ള ട്രീ ആണിത്. മനോഹരമായ തിര. അവരുടെ ആൾക്കാർ കുറേ പേര് അവിടെ പോയി വെള്ളത്തിലിറങ്ങുന്നു. ഡേഞ്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കുറേ നേരം ഈ കാറ്റത്തിങ്ങനെ ആടി ഉള്ളഞ്ഞ് ഇവിടെ നിൽക്കുന്നു. ഇനി താഴേക്ക് പോകല്ലേ. ഭയങ്കര രസമാണ്, എത്ര നേരം നിന്നാലും മതിയാവില്ല. പക്ഷേ എനിക്ക് തോന്നിയത്, എനിക്കിനിപ്പോൾ മണ്ടയ്ക്കാട് ക്ഷേത്രം വരെ പോകണം. അതിവിടെ വളരെ അടുത്താണ്. ഉത്സവം തീരുന്ന ദിവസമാണ്. നല്ല തിരക്കായിരിക്കും, എന്നാലും മണ്ടയ്ക്കാട് കൂടി ഒന്ന് പോയി പ്രാർത്ഥിക്കണം, അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അങ്ങനെ നമ്മൾ വട്ടക്കോട്ടയിൽ നിന്നും താഴേക്ക് പോകുന്നു. ഇത് ഏറ്റവും ടോപ്പിലാണ്. രക്ഷയില്ല കേട്ടോ. 5:30 ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും. ഇപ്പോൾ 5:10. 1.5 മണിക്കൂർ വേണം നമുക്ക് മണ്ടയ്ക്കാട് എത്താൻ. ഇത് വട്ടക്കോട്ടയുടെ 2nd ഫ്ലോർ എന്ന് പറയാം. അതായത് മണ്ഡപത്തിൻ്റെയൊക്കെ ആ ഫ്ലാറ്റ് റൂഫിൻ്റെ ആ ലെവലിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമല്ലേ. ഇവിടെ ഇത് തന്നെയാണ് അവസ്ഥ, കാറ്റ്. ഇരിക്കാൻ എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ മരങ്ങൾ തന്നെ ചെയ്തു തന്നിരിക്കുന്നു. അടിപൊളി.